കലോത്സവത്തിനെത്തുമ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു. മലപ്പുറത്ത് ഒപ്പന കസറുമല്ലേ? അത് ചോദിക്കാനുണ്ടോ എന്ന മറുചോദ്യത്തിന് മറുപടി ഒപ്പനയ്ക്കെത്തിയ ജനക്കൂട്ടമായിരുന്നു. ഒപ്പനയ്ക്ക് ഒപ്പമെത്തി മലപ്പുറത്തിന്റെ മനസ്സ്. ഉറങ്ങേണ്ട നേരം ഏറെ കഴിഞ്ഞിട്ടും ആരും ഉറങ്ങിയില്ല. മൊഞ്ചു വഴിഞ്ഞ് സുന്ദരിമാർ നടുക്ക്. പാട്ടിനും പാട്ടിന്റെ താളമായ കൈകൊട്ടിനും വളകിലുക്കത്തിനുമെല്ലാം മലപ്പുറത്ത് പിരിശം കൂടി. പിന്നെ പാട്ട്. എല്ലാവരോടും ചോദിച്ചു, ഹൂറിയെക്കുറിച്ച് ഇത്ര മനോഹരമായ മൈലാഞ്ചിപ്പാട്ട് ആരെഴുതിയെന്ന്. ആർക്കും അറിയില്ല. അറയിലൊതുങ്ങിയ ഏതെങ്കിലും ഒരു ബീവി എഴുതിയതായിരിക്കാം. അരനൂറ്റാണ്ടിലെ വളകിലുക്കം കഴിഞ്ഞിട്ടും ഒപ്പനപ്പാട്ടിന്റെ രചയിതാക്കൾ ഇപ്പോഴും ഒളിവിൽ തന്നെ. വളകിലുക്കത്തിലും കൈകൊട്ടിലും പുതുമ കാട്ടിയ ഹൂറിമാരോട് ചോദിച്ചു, പുതിയ ചുവടുകൾ എവിടെ നിന്നെന്ന്. പുതുമയില്ലാതെ ഒന്നും സംഭവിക്കരുതെന്ന നിശ്ചയദാർഢ്യമുള്ള പുതുതലമുറ ഒപ്പനയിലെ ചുവടുകൾക്ക് പരിപൂർണമായി മാറ്റം വരുത്തിയിരുന്നു. 3 ചുവട് മുന്നിൽ കാൽവെച്ചുള്ള മുക്കണ്ണി എന്ന നൃത്തച്ചുവട് ഇക്കുറി ഒപ്പനയിൽ കണ്ടു. പിന്നെ മെയ്വഴക്കത്തിന്റെ പോരിശ. കൊട്ടിപ്പാടുന്നതിൽ ആർക്കും പിന്നിലാകരുതെന്ന കലോത്സവ വാശി ഏറ്റവും അധികം കണ്ടത് ഒപ്പനയിലായിരുന്നു. രാവ് വെളുക്കും വരെ പുതുമണവാട്ടിയെ മൊഞ്ചു വർണ്ണിച്ച് രസിപ്പിച്ച ഒപ്പനക്കൂട്ടം പിരിയുമ്പോൾ രാവിന്റെ പല യാമങ്ങൾ പിന്നിട്ടു. ഉറക്കം വന്നപ്പോൾ ഒപ്പനവേദിയിലെ ക്യാമറകളെല്ലാം പിൻവലിഞ്ഞെങ്കിലും ഉത്സവഛായയിൽ കൂട്ടമായി എത്തിയ മലപ്പുറക്കൂട്ടത്തോടൊപ്പം ഞങ്ങൾ കണ്ണുകൾ തുറന്നിരുന്നു. മൊഞ്ചത്തി അറയിൽ കയറി മലപ്പുറം ഉറങ്ങിയിട്ടേ ഞങ്ങൾ ഉറങ്ങുവെന്ന വാശിയോടെ. സമയം ഇപ്പോൾ പുലർച്ചെ 3 മണി കഴിഞ്ഞു. മലപ്പുറത്തിന് ഇനിയും ഉറങ്ങാറായില്ല. ഈ വേദി ഇങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ മലപ്പുറത്തിന് എങ്ങനെ ഉറങ്ങാൻ കഴിയും? ഞങ്ങൾക്കും ഇന്ന് ഉറക്കമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. മലപ്പുറം കലോത്സവത്തിലെ ടീം ഇന്ത്യ വിഷനു വേണ്ടി ക്യാമറമാൻ മുകേഷിനൊപ്പം ബിനീഷ് അരവിന്ദൻ.